ഭഗവാന്റെ സുന്ദര മുഖമെന്ന് നിങ്ങൾ കണ്ടു അല്ലേ ഭക്തന്മാരെ, അല്ല മനോഹരേ? ഇന്നു മറഞ്ഞു നിൽക്കേണ്ടതായിരിക്കുന്ന അവസ്ഥയായില്ലേ? നിങ്ങളെ കണ്ടാൽ എനക്ക് തികഞ്ഞെന്നും എന്നെ കണ്ടാൽ നിങ്ങൾക്ക് തികഞ്ഞെന്നും രണ്ടവസ്ഥ വന്നൂടല്ലോ അല്ലേ? ഇരിക്കട്ടെ. ആയതുകൊണ്ട് അല്പമാത്രമായിക്കൊണ്ട് അല്പമൊന്ന് വിശേഷിക്കാം ഭഗവാൻ അല്ലേ? കഥകളി അനവധി ഉണ്ടല്ലോ ഭഗവാൻ വിശേഷിക്കാൻ അല്ലേ? ഇന്ന് നിങ്ങളെ സംരക്ഷിക്കണം. നിങ്ങളതായിരിക്കുന്ന ആ രക്ഷക്ക് ഭഗവാൻ തുണയായി നിൽക്കണം അല്ലേ? നാരായണ എന്ന് ജപിക്കുന്ന ദിക്കിനകത്ത് നരകവീട വരുത്തിക്കൂടല്ലോ അല്ലേ? മൂന്നത്തോട്ട് കർണേന്ദ്രന്മാരെ ഇന്നോ മറയോട്ടോ ഭഗവാൻ. സന്തോഷമല്ലേ നിങ്ങൾക്ക്? എങ്കിലും ഭൂദേവി കല്യാണ സുമേളനായിരിക്കുന്ന ഞാൻ കാന്താർമാലയും മഞ്ഞപ്പെട്ടും വനമാലയും ധരിച്ചു. കനക കുംഭങ്ങളോടുകൂടി ശ്രീവാരാണി വടക്കേക്കരമേൽ മിന്നിത്തെറിച്ച് പൊങ്ങിത്തുള്ളിക്കളിക്കുന്ന ചെറുതരംഗങ്ങളാലും സഹസ്രവണമുള്ള തൽപ്പത്തിന്മേൽ യോഗമായാതീതനായിരിക്കുന്ന കാലത്തിങ്കൽ അല്ലെ അനേകം ദേവന്മാരും ഋഷിവൈരന്മാരും അപ്സര സ്ത്രീകളും വിദ്യാധരന്മാരും വിദ്യാധര കിന്നര കിംപുരുഷാദികളും എന്ന് വേണ്ട നാരദാദികളൊക്കെയും ഭഗവാനെ ആരാധിച്ചു അല്ലേ? ഗീതങ്ങളും വാദ്യങ്ങളും, ഗീതം വാദ്യം തഥാ നൃത്തം ത്രയം സംഗീതമുച്ചിത്. ഗീതങ്ങളാലും വാദ്യങ്ങളാലും സംഗീതങ്ങളാലും ആരാധന നടത്തി ഭഗവാനെ അല്ലേ? ഈ കലിയുഗമെന്നിരിക്കുന്നതായ വാരാർ നദിയിൽപ്പെട്ടുളയുന്ന മനുഷ്യാധീനങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ നാമോച്ചാരണങ്ങളെ കൊണ്ടും കീർത്തനങ്ങളെ കൊണ്ടും ആരാധന ചെയ്താൽ മാത്രമേ സൗഖ്യം കിട്ടൂ അല്ലേ? അത് തരണ്ടേ ഭഗവാൻ? വേണ്ടേ നിങ്ങള്? വച്ചില്ല നിങ്ങൾക്ക് അല്ലെ? ജപം വേണം നിങ്ങൾക്ക് വേണ്ടേ? അനേകം നാമം ഉണ്ടല്ലോ ഭഗവാൻ. കൃഷ്ണ, അച്യുത, ജഗന്നാഥ, ഹരേ വിഷ്ണു, ജനാർദ്ദന, ദാമോദര, രവീന്ദ്രാക്ഷ, പുരാണ പുരുഷോത്തമ, അപ്രമേയ അഖിലധാര, ചക്രവാണ, ജഗത് ഗുരു, രാമസീതാപതി, രാവണാനന്ദരാഘവ, ദേവകീസൂത, ദേവേശ, ധനുജോത്മഭയങ്ക, ദൈത്യാരേ ദൈത്യ നിർമ്മല, കല്യാണി കമലധാര, കന്മിഷവാര അല്ലെ? എണ്ണിയാൽ ഒടുങ്ങാത്ത 1000 പണമുള്ള അനന്തന് പോലും എന്റെ നാമം പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? ഇന്ന് ചെറു മനുഷ്യന്മാർക്ക് നിങ്ങൾക്ക് സാധിക്കോ? ഇല്ല കേട്ടോ. അതുകൊണ്ട് നരനാരായണനായിരിക്കുന്നവൻ ദത്താത്രേയനായും വേദവ്യാസനും ധന്വന്തര കമലമൂർത്തിയായിരിക്കുന്നതായ ഈ പരംപുരുഷോത്തമൻ അല്പമാത്രമായിക്കൊണ്ട് മറഞ്ഞു നിൽക്കാം. എങ്കിലും അനേകം ദേവന്മാർ അർപ്പിച്ചു, പുഷ്പങ്ങളെ കൊണ്ട് അർപ്പിച്ചു അല്ലെ? മുല്ല, മല്ലിക, കൈത, കനക, നാരിക, ചെക്ക, ജയമന്തികം, പിച്ചകം, കരിക്കൂവളം, കുറുമുഴി, വന്താമര, ചെന്താമര, കുറുക്കുത്തി, മാതളപ്പൂ, കൃഷ്ണതുളസി, സൗഗന്ധികം ഇത്യാദി പുഷ്പാദികളെ കൊണ്ട് ആരാധന ചെയ്തു. അതുകൊണ്ട് മാത്രമല്ല ആരാധന ചെയ്തത്, ആണോ ഓടി അല്ല കേട്ടോ. നിത്യമായിരിക്കുന്ന വിഭവങ്ങളെ കൊണ്ടും ചന്ദന സലിലത്താലും സുഗന്ധ ലേപനത്താലും സ്തോത്രങ്ങളാലും സ്തുതികളാലും സ്തുതിയുക്തി അനുഭവങ്ങളാലും